രണ്ടു പ്രധാനപ്പെട്ട ദുആകൾ. ഈ ദുആകൾ ചെയ്തതിന്റെ ശേഷം അവന്റെ ആഗ്രഹം റബ്ബിനോട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ ആ രണ്ട് ദിക്റുകൾ ദുആഇനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിലൊന്ന്, ഒരു ദുആ 118 തവണ ചെയ്ത് അള്ളാഹുവിനോട് അവന്റെ കാര്യം പറയുക, വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കിട്ടും. രണ്ടാമത്തത്, സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം 100 തവണ ആ ദിക്ർ അങ്ങ് ചൊല്ലിയിട്ട് അവന്റെ ആവശ്യം ആരോടും സംസാരിക്കാതെ അവന്റെ എന്ത് ഹാജത്താണോ, എന്ത് ആവശ്യമാണോ പൂർത്തീകരിക്കേണ്ടത് അത് അള്ളാഹുവിനോട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കബൂലാക്കി അള്ളാഹു അത് സാധിച്ചു കൊടുക്കും. അങ്ങനെ വളരെയധികം പവിത്രമേറിയ ആ രണ്ട് ദിക്റുകളെയും ദുആഇനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും സന്തോഷവും നൽകി ഈ ദുരിതക്കയത്തിൽ നിന്നൊരു മോചനം നൽകി സന്തുഷ്ട ജീവിതം നയിക്കാൻ, സന്തോഷദായകമായ സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനുള്ള തൗഫീഖ് നമ്മളെ ചെയ്യുന്ന ദുആഇന്റെ ദിക്റിന്റെ ഒക്കെ ഫലമായിട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കള് ഓരോ വിഷയങ്ങൾ ഹബീബായ തങ്ങളോട് വന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങള്, മുത്തുനബി തങ്ങൾ അവിടുന്ന് സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത വലിയ വലിയ പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഹബീബായ തങ്ങളുടെ നാക്കിൽ നിന്ന് വന്ന പരിഹാരങ്ങളാണ്. അതുകൊണ്ടൊക്കെ വളരെയധികം ഫലം ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള പരിഹാരങ്ങളാണ്. സ്വഹാബാക്കൾ അത് ചെയ്തിട്ട് പറയാണ്, ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഫലം ലഭിച്ചു എന്ന് പറയുന്ന അത്രമേൽ ശ്രേഷ്ഠമായ അമലുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതായിരുന്നു 12,000 ബിസ്മിയുടെ ആമല്. നമുക്കൊക്കെ അറിയാം, 12,000 ബിസ്മിയുടെ ആമല് നിരവധി ആളുകൾ ആമലുകൾ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു. ആയിരങ്ങൾ അതിന്റെ ആമലുകൾ ചെയ്തു. 100 കണക്കിന് ആളുകൾ ഓരോ ദിവസവും അതിന്റെ റിസൾട്ട് പറയാനും അതിന്റെ അനുഭവങ്ങൾ പറയാനും അതിനെക്കുറിച്ച് പറയാനൊക്കെ വേണ്ടിയിട്ട് മെസ്സേജസുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ പവിത്രമേറിയ ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച അമലാണ് 12,000 ബിസ്മിയുടെ അമല്. അതുപോലെ വളരെ സവിശേഷമായ ഒരു അമലാണ് ബിസ്മിയുടെ ദുആ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ബിസ്മിയുടെ ദുആ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ദുആ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു വളരെ പെട്ടെന്ന് അവന്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും. നിങ്ങൾ ഈ ദുആ കാണാതെ പഠിക്കണം, വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാവുന്നതാണ്. ക്ലിയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇതിന്റെ ക്ലിയർ ഉള്ള ഒരു ഇമേജ് നമ്മൾ അതിൽ ഷെയർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയി നോക്കിയാലും കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിന്റെ ID നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരു മഹാൻ പറയുകയാണ്, നമ്മുടെ ഏത് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനും 118 തവണ ഈ ദുആ ചൊല്ലിയാൽ മതി. എന്നിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പ്രത്യേകമായിട്ട് അവൻ അറിയുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ഏതാണ് ആ ദുആ എന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണൂ, കാരണം ഒരു ചെറിയ ഭാഗത്തല്ലേ കാണൂ. ഇത് നമ്മൾ ഇതിന്റെ ഫുൾ ഇമേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ സവിശേഷമായ ഒരു ദുആ ആണ്. വളരെയധികം ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു ദുആ ആണ്. ഞാനിതെങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري يا من هو كاف ها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد
അലിഫ് ലാം മീം റാ حميم الله لا إله إلا هو الحي القيوم ذو الهيبة والقدرة بسر الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഇതാണ് ആ ദുആ. ഈ ദുആ നമ്മൾ സാവധാനത്തിൽ ചൊല്ലിയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഇത് നിങ്ങൾക്ക് സ്പീഡിൽ ചൊല്ലാം. ഇതില് ഖുർആനിന്റെ ചില ആയത്തുകൾ വരുന്ന ഭാഗം അത് സ്പീഡിനനുസരിച്ച് നിയമങ്ങൾ പാലിച്ചു ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഫദ്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹഖി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹൈബതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري يا من هو كافها يا عين صاد حاميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حاميم الله لا إله إلا هو الحي القيوم ذو الهيبة والقدرة بسر الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഇതാണ് ദുആ. ഈ ദുആ ഏതു സമയത്തും നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ 118 തവണ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് അവന്റെ ആവശ്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞാൽ ആ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതായിട്ട് കാണും. ഒരു തവണയെങ്കിലും ചെയ്തു നോക്കൂ. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചെയ്യണോ? ചെയ്യുന്നതിനിടയ്ക്ക് സംസാരിക്കാൻ പാടുമോ? അതേപോലെ തന്നെ ദിവസങ്ങളെ കൊണ്ട് ചൊല്ലിയെടുക്കാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാം. പരമാവധി നമുക്ക് എത്ര സ്പീഡാണോ ഇത് ചെയ്യാൻ പറ്റുന്നത് അത്രയും സ്പീഡ് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം ഒരു 10 തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം. അത് വേഗം കഴിയുന്ന ഒരു രൂപമാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 20 തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു 20 ലാസ്റ്റ് കൂട്ടി ചൊല്ലുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും. അപ്പോ ചിലരൊക്കെ ഭയങ്കരമായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കും. ഇത് വലിയ പ്രയാസമുള്ള സംഭവമല്ല. എന്നാള് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഈ തസ്ബീഹ് മാലയിൽ എണ്ണുമ്പോ എന്റെ എണ്ണം പേച്ചോ തെറ്റിപ്പോകും. അതേപോലെ തന്നെ ഞാൻ കൗണ്ടർ ഉപയോഗിച്ച് ചൊല്ലുമ്പോഴും എന്റെ എണ്ണം പേച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ചെയ്യാറുള്ളത് ഒരു സ്ഥലത്തങ്ങിരുന്ന് ഒരു നോട്ട്ബുക്കും പെന്നെടുത്ത് ഞാനിങ്ങനെ നമ്പർ ഇടും. ചെല്ലുന്നത് 1 2 3 4 എന്നിങ്ങനെ നമ്പർ ഇടും. അങ്ങനെ നമ്പർ ഇട്ടിട്ട് ചൊല്ലി തീർക്കും. അപ്പൊ എനിക്ക് അതിലൊരു സംതൃപ്തി വരികയും ചെയ്യുന്നു പറയാറുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ ഇത് എണ്ണി തീർത്ത് ചൊല്ലാൻ പറ്റുന്നത് ആ രൂപത്തിൽ എണ്ണി തീർക്കുക. ഇത് ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു ദുആ ആണ്. ബിസ്മിയുടെ മഹത്വം നമുക്കറിയാം. നമ്മൾ ഇതിന്റെ മറ്റൊരു അമലുകളോട് പറയാനുണ്ട്. ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു അമൽ തന്നെ ഒരു നല്ല വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദുആ ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ 2 ദുആകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞത്. രണ്ടാമത്തെ ഏതാണെന്ന് വെച്ചാൽ അതിന് ശേഷം പറയാം. രണ്ടാമത്തെ ഏതാണെന്ന് വെച്ചാല് ഇത് സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം ഈ ദിക്ർ 100 തവണ ചൊല്ലുക. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ദിക്ർ അത് ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ വായിച്ചു തരാം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്യാം. ഈ ദിക്ർ വളരെ സവിശേഷമായ ദിക്റാണ്. ഈ ദിക്ർ 100 തവണ സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിന് ഹാജത്തിനെ ചോദിക്കുക. ഹാജത്തിനെ ചോദിച്ചാൽ അത് പെട്ടെന്ന് കബൂലാകുകയും അള്ളാഹു അത് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോ ഏതാണ് ആ ദിക്ർ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇത് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ചെയ്യുമ്പോൾ ഈ 100 തവണ ചൊല്ലുന്നതിനിടയിൽ ആരോടും സംസാരിക്കാതെ ദുനിയവിയായ കലാമുകളില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം മുഴുവനായിട്ട് സമർപ്പിച്ചു ചൊല്ലണം. ഏതാണ് ആ ദിക്ർ എന്ന് വെച്ചാല് കേട്ടോളൂ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. യാ ഹയ്യു യാ ഖയ്യൂം യാ ഖദീമു യാ ഫർദു യാ വിത്രു യാ അഹദു യാ സമദ്. ഒന്നുകൂടെ കേൾക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമുക്ക് അറിയുന്നതാണ്, ഞാൻ എഴുതാത്തതുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. രണ്ടാമത്തെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അത് നമുക്കറിയുന്നതാണ്. യാ ഹയ്യു യാ ഖയ്യൂം, അത് നമുക്കറിയുന്നതാണ്. ഇനി അറിയാത്തൊരു ഭാഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് യാ ഖദീമു യാ ഫർദു യാ വിത്രു യാ അഹദു യാ സമദ് എന്ന് പറയുന്നതാണ്. അപ്പൊ യാ ഖദീമു യാ ഫർദു യാ വിത്രു യാ അഹദു യാ സമദ്, ഇതാണ്. അപ്പൊ എങ്ങനെ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. യാ ഹയ്യു യാ ഖയ്യൂം യാ ഖദീമു യാ ഫർദു യാ വിത്രു യാ അഹദു യാ സമദ്. ഇതൊരു 100 തവണ ചൊല്ലാന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരുവേ. ആരോടും സംസാരിക്കാതെ സുബഹി നിസ്കാരത്തിന് ശേഷം ചൊല്ലിയ ഉടനെ അള്ളാഹുവിനോട് എൻ്റെ ഹാജത്തിനെ പറയാ. അന്നത്തെ ദിവസം മോൻക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയാണ്. ആ ഇന്റർവ്യൂവിന്റെ അന്ന് ഉമ്മ ചെയ്യത് നല്ല ഫലം ഉണ്ടാകും. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ഉമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ ഉമ്മയുടെ പൊക്കിൾ കൊടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ മകന്റെ പൊക്കിൾ കൊടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉമ്മ അത് ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മ ജോബിന്റെ ഇന്റർവ്യൂവിന് പോകുന്ന അന്ന്, അതിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങുന്ന അന്ന് മോനും ഉമ്മാനോട് വിളിച്ചു പറയുമ്പോൾ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അമലും കൂടെയാണിത്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ, ആരുടെ കാര്യത്തിന് വേണ്ടി ചെയ്താൽ, സ്വന്തം ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല ഫലമുണ്ടാകും. പെട്ടെന്ന് എഴുതിയെടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. യാ ഹയ്യു യാ ഖയ്യൂം യാ ഖദീമു യാ ഫർദു യാ വിത്രു യാ അഹദു യാ സമദ്. ഒറ്റ തവണ കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. യാ ഹയ്യു യാ ഖയ്യൂം യാ ഖദീമു യാ ഫർദു യാ വിത്രു യാ അഹദു യാ സമദ്. വളരെ പെട്ടെന്ന് തീരും. ഇൻഷാ അല്ലാഹ് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏത് ആഗ്രഹങ്ങളുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കട്ടെ. ഈ 2 ദുആയിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആശയമാണ് ബിസ്മി എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ കണ്ടു. ആദ്യത്തേയിൽ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഫളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹഖി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹൈബത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിമൻസിലത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മിയുടെ ഫള് മുൻനിർത്തിയിട്ടാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ഫലം ഉണ്ടാകും. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ 12,000 ബിസ്മിയുടെ അമലിന്റെ റിസൾട്ട്, അഭൂതപൂർവമായ അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ച അമലാണത്. എത്രയോ ആളുകൾക്ക് ഇന്നും ഒരുപാട് മെസ്സേജുകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. എത്ര ദിവസം എത്ര ആളുകളാണെന്നറിയോ അതുമായി ബന്ധപ്പെട്ട് മാത്രം പറയാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ ബിസ്മിയുടെ അമല് അത് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ 2ഉം ബിസ്മിയുമായി ചേർന്ന് കിടക്കുന്ന ദുആ ദിക്റുമാണ്. അതുകൊണ്ട് നല്ല ഫലം ഉണ്ടാകും. ബിസ്മി കൊണ്ടാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ളത്. മഹാനരായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഇറക്കി കൊടുത്തത് അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ചില്ലേ ആദം നബിയുടെ. ബിസ്മി പിന്നെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് ആ ബിസ്മി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതീർണമായി. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ആ വലിയ പരീക്ഷണം നമുക്കൊക്കെ അറിയാം. അപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കപ്പല് അത് സ്റ്റാർട്ട് ചെയ്തത്, അതേപോലെ തന്നെ അത് അവസാനിച്ചത്, ഇതിന്റെ ഒക്കെ പിന്നിൽ ബിസ്മി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ജൂദി പർവ്വതത്തിലെത്തിയപ്പോ നിരന്തരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്നുള്ളത്. വീണ്ടും ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് ബിസ്മി അവതരിച്ചത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സമയത്തുണ്ടായിരുന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. നമ്രൂദ് എന്ന് പറയുന്ന ദുഷ്ടൻ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും നമ്രൂദ് ഒരു പ്രത്യേക രൂപത്തില് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വില്ലില് വെച്ചിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് എയ്തുവിട്ടു. അങ്ങനെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തന്മൂലം അഗ്നികുണ്ഡം കെട്ടടങ്ങി ചന്ദനച്ചാറ് പോലെ കുളിരായി മാറി. അത് വളരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ
തണുപ്പും രക്ഷയുമായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നീട് അത് മഹാനരായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് പിന്നീട് ബിസ്മി ഇറങ്ങുന്നത്. ഫിർഔനും പടയും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടരെയും ആക്രമിച്ചപ്പോൾ, വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോൾ, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു ഫിർഔനിന്റെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒക്കെ ആ കാലം. എത്രയോ സാഹചര്യങ്ങള്, കൺകെട്ടുകാര്, മജീഷ്യൻ, മാജിക് നടത്തുന്ന ആളുകളെ, കൺകെട്ട് നടത്തുന്ന ആളുകളെ, ഇവരൊക്കെ ജാലവിദ്യകളൊക്കെ നടത്തിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കുകയും അവരെ ഭീതിപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയൊക്കെ. അതുകൊണ്ടാണല്ലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകമായ കറാമത്തായിരുന്നല്ലോ നമുക്കറിയാം വടിയിട്ട് പാമ്പാക്കുക എന്നുള്ളത്. അത് അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ഒരു മുഅ്ജിസത്തൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. മുഅ്ജിസത്ത്. ഓക്കെ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അക്രമങ്ങളൊക്കെ ഉണ്ടായപ്പോ, ഫിർഔനിന്റെ ഭാഗത്തുനിന്നും അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ബിസ്മി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ചെങ്കടൽ കടന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. അവരെ കൊല്ലാൻ വന്ന ഫിർഔൻ എന്ന ദുഷ്ടനെയും സംഘത്തെയൊക്കെ കടൽ വിഴുങ്ങിയ സംഭവമൊക്കെ നമുക്കറിയാം. പിന്നെ ബിസ്മി വീണ്ടും ഉയർത്തപ്പെട്ടു. വീണ്ടും അവതരിച്ചത് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അത് മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളെയും കാറ്റിനെയും മറ്റുമൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെയൊക്കെ പിന്നിൽ ബിസ്മി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ, ബിസ്മിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കീഴടങ്ങാത്ത യാതൊന്നും ഈ ഉലകത്തിൽ ില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവർക്കൊക്കെ ഈ അമ്പിയാക്കൾക്കൊക്കെ ബിസ്മി വലിയൊരു രക്ഷയും വലിയൊരു സമാധാനമൊക്കെ ആയിരുന്നു. നമുക്കും അതുപോലെ തന്നെയാണ് ബിസ്മി. അതുകൊണ്ടാണല്ലോ ബിസ്മിയുടെ അമല് ചെയ്യുന്ന എത്ര ആളുകൾക്കാണ് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ബിസ്മിയുടെ മഹത്വമാണ്. നമ്മളിപ്പോ പറഞ്ഞ രണ്ട് ദുആകളിലും ആ ബിസ്മിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങളാണ് കിടക്കുന്നത്. പിന്നീട് ആ ബിസ്മി അങ്ങ് ഉയർന്നു. വീണ്ടും അത് അവതരിച്ചത് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ആ ജന്മനാ കണ്ണു കാണാത്ത അന്ധര് കുരുടരുണ്ടായിരുന്ന കാലം, കുഷ്ഠരോഗങ്ങൾ ധാരാളം വർദ്ധിച്ച് അത്തരം രോഗികൾ ഉണ്ടായിരുന്ന കാലം, മാറാവ്യാധികളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലേക്കാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതരാകുന്നത്. ബിസ്മി ചൊല്ലി 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 ബിസ്മി ചൊല്ലിയാൽ മയ്യിത്തുകൾ എഴുന്നേറ്റ് നിന്നിരുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിപ്പിച്ചവരെ ജീവിപ്പിച്ചിരുന്നല്ലോ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട്. അങ്ങനെ ബിസ്മി ചൊല്ലിയാൽ മയ്യത്തുകൾ എഴുന്നേറ്റ് നിന്നിരുന്നു. പിന്നെയും അത് ഉയർത്തപ്പെട്ടു. ഒടുവിൽ അത് അവതരിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ ഹബീബായ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ. അവർ ആ ബിസ്മി, ഹബീബായ തങ്ങളും ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ധാരാളം ബിസ്മികൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അള്ളാഹു ശപഥം ചെയ്തിരിക്കുകയാണ്, ഏത് സത്യവിശ്വാസിയും എന്തുദ്ദേശത്തോടു കൂടിയ ബിസ്മി ചൊല്ലിയാലും ബറക്കത്ത് ചെയ്തു കൊടുക്കുമെന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തും ബിസ്മിയാൽ സാധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചത് ഏത് വിഷയങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങുക. നല്ല ഏതു കാര്യത്തിനും ബിസ്മി ചൊല്ലി തുടങ്ങുക. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യത്തിലും വലിയ വിജയമുണ്ടാകും, വലിയ റാഹത്തുണ്ടാകും. ഇന്നിപ്പോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആളുകളൊന്നുമില്ല, എവിടെയില്ല. ഏതെങ്കിലും ഒരു ഷോപ്പ് ഇനാഗുറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഫീൽഡിലൊക്കെ അറിയപ്പെട്ട ഭൗതിക ലോകത്തെ ഏതെങ്കിലും ആളുകളൊക്കെ അവര് ചിലപ്പോൾ നിസ്കാരം ഉണ്ടാവില്ല, ദീനിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് ഷോപ്പിന്റെ ഇനാഗുറേഷൻ ഒക്കെ നടക്കും. അതിന്റെ തുടക്കത്തിൽ തന്നെ ബറക്കത്ത് നഷ്ടപ്പെടും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, എന്റെ ഉമ്മത്ത് പ്രഭാതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ബറക്കത്ത് ഉണ്ട്. നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ റൂട്ടിൽ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ തർത്തീബാക്കി കൊണ്ടുപോയാലേ എല്ലാ വിഷയങ്ങളിലും ബറക്കത്ത് ഉണ്ടാകും. അപ്പൊ നമ്മൾ പ്രഭാതത്തിൽ ചെയ്യാം. അപ്പൊ ഇത് പ്രഭാതത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സെലിബ്രിറ്റി വരണം എന്നുണ്ടെങ്കിൽ രാത്രിയിലെ പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, 11 മണിയൊക്കെ ആവും എണീക്കാൻ തന്നെ, 10 മണി 11 മണിയൊക്കെ ആവും. അപ്പൊ അങ്ങനെ എണീച്ച് വരുമ്പോ പ്രഭാതം എന്ന് പറഞ്ഞ സമയം നഷ്ടപ്പെടണം അല്ലേ.
ആ പ്രഭാതം എന്ന് പറഞ്ഞ സമയം നഷ്ടപ്പെട്ടിട്ട് ആ ബറക്കത്തുള്ള സമയം നഷ്ടപ്പെട്ട് പിന്നീടൊരു സമയം കിട്ടുക. പിന്നെ ആരാ വരുന്നത്? അപ്പൊ എപ്പോഴും ഏതു കാര്യം തുടങ്ങാനും ബറക്കത്തോടുകൂടെ തുടങ്ങും. അത് ബിസ്മി ചൊല്ലി നല്ല സ്വാലിഹായി നടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട നമുക്ക് വിശ്വാസമുള്ള ഒരാളെ കൊണ്ടുവന്ന് വളരെ ആത്മാർത്ഥമായി ദീനി ചിട്ടയിൽ നടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് അത് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ വലിയ ബറക്കത്തുണ്ടാകും. അപ്പൊ ആ കച്ചവടം ഇങ്ങനെ പൊടിക്കും. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യത്തിലൊക്കെ അതിങ്ങനെ ആ ഒരു പ്രൊമോഷൻ വഴിയൊക്കെ കിട്ടുന്ന ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നീട് അതൊക്കെ നഷ്ടത്തിലായിരിക്കും. അത് പിന്നീട് ഒരു നാശത്തിലേക്കൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ബറക്കത്തിൽ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എല്ലാം. ബറക്കത്തില്ലാതെ ഒന്നുകൊണ്ടും കാര്യമില്ല. ഒരാൾ 20,000 രൂപ സാലറി ഒരാൾക്ക് കിട്ടുന്നുണ്ട്, മറ്റൊരാൾക്ക് 1.5 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട്. ഈ 1.5 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ആളുടെ സമ്പത്തിൽ ബറക്കത്തില്ലെങ്കിൽ അവന് തീരെ അത് തികയോ പോലുമില്ല. നേരെ മറിച്ച് എത്രയോ ആളുകൾ നമുക്കറിയാം, ചെറ്റക്കുടിലിൽ കേവലം 15,000 രൂപയോ 12,000 രൂപയോ മാത്രം സാലറി വാങ്ങിച്ച് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവര്. അവർക്കൊരു പരിഭവമില്ല, ഒരാളോടും പരാതിയില്ല, ഒരു വിഷയവും ചിന്തിക്കാനില്ല. ഇത് അമ്പരച്ചുംബികളായ വലിയ വലിയ കൊട്ടാര സമുച്ചയങ്ങൾ പണിത്, വലിയ വലിയ വീടുകൾ പണിത്, ആ ശീതീകരിച്ച AC വെച്ചിട്ടുള്ള റൂമില് സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അതല്ലേ വേണ്ടത്? ലോകത്ത് നമുക്ക് ആവശ്യമുള്ളത് ക്യാഷ് എടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തൊരു സംഭവം സമാധാനം എന്നുള്ളത്. സമാധാനം ഇല്ലെങ്കിൽ ഉറക്കൊരുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ കൊണ്ടുള്ളതാവട്ടെ, കുടുംബത്തിലുള്ള വിഷയങ്ങളാവട്ടെ, ഏത് വിഷയങ്ങളാണെങ്കിലും സമാധാനം വേണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 2 ദുആകള് വളരെ പ്രധാനപ്പെട്ട 2 ദുആകളാണ്, ബിസ്മിയുമായി ബന്ധപ്പെട്ട ദുആകളാണ്. നമ്മൾ പറഞ്ഞല്ലോ, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സകല അമ്പിയാക്കളുടെയും വിജയത്തിന്റെ പിന്നിലെ മഹത്തായ ബിസ്മിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ബിസ്മിയാണ് ഏതേത് വിഷയങ്ങൾക്കും പരിഹാരമായത്. ആ ബിസ്മിയാണ് ഏതേത് വിഷയങ്ങളുടെയും അത്താണിയായി പ്രവർത്തിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. നിങ്ങൾ ഈ പറഞ്ഞ 2 ദുആകൾ കാണാതെ പഠിക്കുക. വളരെ സവിശേഷമായ 2 ദുആകളാണ്. അത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക. ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ഈ പറയുന്ന രൂപത്തിൽ ദുആ ചെയ്യാം. അപ്പൊ നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടും. ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ബിസ്മി 21 വട്ടം ചൊല്ലിയിട്ട് കിടന്നു കഴിഞ്ഞാൽ പൈശാചികമായ വിഷമങ്ങളൊന്നും അന്നത്തെ ദിവസം ബാധിക്കുകയില്ല, പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല. എല്ലാ ആഫത്തുകളിൽ നിന്നും ആ രാത്രിയിൽ അവന് വലിയ സുരക്ഷിതത്വം ലഭിക്കും. ഒരക്രമിയുടെ മുഖത്ത് നോക്കിയിട്ട് 50 തവണ ബിസ്മി ഉരുവിട്ട് കഴിഞ്ഞാൽ അയാളുടെ അക്രമങ്ങളൊന്നും ഇയാൾക്ക് സംഭവിക്കുകയില്ല. ഏതു തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരാണെങ്കിലും 100 വട്ടം ബിസ്മി ഓതിക്കൊണ്ടേയിരിക്കുക, ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതൊരു 3 നാൾ തുടർന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ വേദന ഇങ്ങനെ ശമിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഈ ബിസ്മിയുടെ ഈ ചരിത്ര പശ്ചാത്തലം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളൊക്കെ ചെയ്യണം. അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിന് നല്ല ഫലമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഈ ബിസ്മിയുടെ ഫള് കൊണ്ട് അള്ളാഹു നമുക്ക് അതിൽ നിന്നൊക്കെ വലിയ മോചനവും രക്ഷയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. ഒരുപാട് തവണ ബിസ്മി ചൊല്ലുന്നതിന്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിസ്മി 786 തവണ ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് ഈ സ്നേഹമില്ലാത്തവർക്കിടയിൽ അത് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കുടിച്ച വ്യക്തി ആർക്ക് വേണ്ടിയാണോ കുടിപ്പിക്കപ്പെട്ടത് അവരെ കഠിനമായി സ്നേഹിക്കുമെന്നുള്ളതും വേർപെടുത്താനാവാത്ത രൂപത്തില് ആ മഹബത്ത് നിലനിൽക്കും എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ മഹാന്മാർ പറഞ്ഞതാണ്. അമലൊക്കെ ചെയ്തു നോക്കുക. പലപ്പോഴും പരസ്പരം ഐക്യമില്ലാത്ത ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാത്തവർ, ഒരു കണ്ണെടുത്താൽ കാണാത്തവർ, കണ്ടുകൂടാത്തവർ, തൊട്ടുകൂടാത്തവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അത്തരം ആളുകൾക്കിടയിലൊക്കെ അവരറിയാതെ കുടിപ്പിച്ചാൽ മതി, നല്ല ഫലം ഉണ്ടാവും. അപ്പൊ അവര് എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ എവിടെയെങ്കിലൊക്കെ നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കഠിനമായിട്ട് അത് ചെയ്തു വെച്ചിട്ട് അവർ വരുന്ന സമയത്ത് കുടിക്കാൻ കൊടുക്കുക. ചിലർക്ക് അങ്ങനെ പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ മോനും മോളും തമ്മിൽ തീരെ യോജിപ്പില്ല. വന്നാൽ അവൻ ഹോസ്റ്റലിലാണ്, നാട്ടിലേക്ക് വന്നാൽ പിന്നെ പറയേണ്ട ഉസ്താദ് ഭയങ്കര പ്രശ്നമാണ്.
ബാക്കിയുള്ളവരോടൊക്കെ ഭയങ്കര അടുപ്പത്തിലും, ബാക്കിയുള്ള മക്കളെ കണ്ടാലും എങ്ങനെ കണ്ടാലും ഭയങ്കര സ്നേഹം, അവർക്ക് മുട്ടായി കൊണ്ടെടുക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വീറ്റ്സ് ഒക്കെ കൊണ്ടെടുക്കും. പക്ഷെ സ്വന്തം പെങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അല്ലെ പെങ്ങൾക്ക് തിരിച്ചും കണ്ടുകൂടാ. അവർ തമ്മിൽ തീരെ ഐക്യമില്ല. ഇത് കൊടുക്കുക. ഏതെങ്കിലും കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയമാണെങ്കിൽ അത് അവിടെയും കൊടുക്കുക. അങ്ങനെ നല്ല ഫലമുള്ളതാണ്. ഇതൊക്കെ മുജറബാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരറിയാത്ത രൂപത്തിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഏതെങ്കിലും ഒരു ബുദ്ധി കുറവുള്ള ആളുകൾക്ക്, മാനസിക രോഗം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥിരമായിട്ട് സൂര്യാസ്തമയ സമയത്ത് 7 നാൾ ഈ ബിസ്മി ചൊല്ലിയിട്ട് മന്ത്രിച്ചത് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാല് അതിലൊക്കെ നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു ബിസ്മിയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത്തരം അമലുകൾ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക. പ്രത്യേകിച്ച് ബിസ്മിയുമായി ബന്ധപ്പെട്ട് 12,000 ബിസ്മിയുടെ അമലൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. അത്തരം അമലുകളൊക്കെ ജീവിതത്തിൽ ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹസ്സലാക്കട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ശരിയായ ക്ലിയറുള്ള ദുആഇന്റെ ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ID ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്.